നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയകേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയത കൊണ്ടും കാർഷിക പാരമ്പര്യം കൊണ്ടും അനുഗ്രഹീതമായ തിരുവമ്പാടി നിയോജക മണ്ഡലം കോഴിക്കോട് താലൂക്കിലെ മുക്കം മുനിസിപ്പാലിറ്റി, കാരശ്ശേരി, കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകൾ, താമരശ്ശേരി താലൂക്കിലെ കോടഞ്ചേരി, കൂടരഞ്ഞി, പുതുപ്പാടി, തിരുവമ്പാടി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. കോഴിക്കോട് നഗരത്തെ വയനാടൻ ചുരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകൾ കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന മണ്ഡലം ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത്, പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ ചരിത്രപരമായ ഒരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മലയോര മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത്. സംസ്ഥാനത്തിന്റെ തന്നെ അഭിമാന പദ്ധതികളായ മലയോര ഹൈവേയും വയനാട്ടിലേക്കുള്ള ബദൽ തുരങ്ക പാതയും യാഥാർത്ഥ്യമാകുമ്പോൾ അത് തിരുവമ്പാടിയുടെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ വികസന ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അതോടൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലും ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടക്കുന്നു. കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലമാണ് ഈ വലിയ മാറ്റങ്ങൾക്ക് ഊർജം പകരുന്നത്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി പദ്ധതിയിലൂടെ 3000 കോടി രൂപയോളം വരുന്ന സംഖ്യയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. റോഡ് പ്രവൃത്തികൾ മാത്രം 516 കോടി രൂപയുടേതാണ്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരം റോഡ് പ്രവൃത്തികൾ ഈ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാകുകയാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും എത്തിച്ചേരാൻ കഴിയുന്ന നിലയിലുള്ള വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി സഹായകരമാവുന്നത്. 248 കോടി രൂപ മുടക്കിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായ വലിയ ഒരു ഭാഗം, 44 കിലോമീറ്റർ ദൂരം മലയോര ഹൈവേ തിരുവമ്പാടി മണ്ഡലത്തിൽ 248 കോടി രൂപ മുടക്കിയാണ് സർക്കാർ നിർമ്മിക്കുന്നത്. ഉന്നത നിലവാരത്തിലേക്ക്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റോഡ് എന്ന നിലയിലേക്ക് ഉന്നത നിലവാരത്തിലേക്ക് മാറിയത്. പൂർണ്ണമായും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി ആ ഗുണഭോക്താക്കളെ എല്ലാം ചേർത്ത് വികസന പ്രവർത്തനം നടത്തുന്ന നിലയിലാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള തുക അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലുള്ളത്. നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5 കോടി രൂപയാണ്. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇപ്പം നിർമ്മാണത്തിലിരിക്കുന്ന പുതുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപയാണ് അനുവദിച്ചത്. 3,90,00,000 രൂപ മുടക്കിയാണ് ചേന്നമംഗലൂർ ഗവൺമെൻറ് UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അതോടൊപ്പം മണാശ്ശേരിയും തോട്ടുമുക്കത്തും കൈതപ്പൊയിലുമെല്ലാം 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുകയാണ്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് നട്ടലായി മാറുന്ന ഒരു കാഴ്ച ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. കിഫ്ബിയുടെ 25ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും തിരുവമ്പാടിയുടെ ജനതയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസകൾ. നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതും സംസ്ഥാനം തന്നെ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതുമായ ഒന്നാണ് ഗതാഗത രംഗത്തുണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ. മലയോര മേഖലയിലെ യാത്രാക്ലേശങ്ങൾക്കും വയനാടൻ ചുരത്തിലെ ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള അതിബൃഹത്തായ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകാൻ പോകുന്ന ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിയാണ്. നിലവിലെ താമരശ്ശേരി ചുരം റോഡിന് ബദലായി കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കപാത യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുമെന്നതിനു പുറമെ ചുരത്തിലെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും ഒഴിവാക്കാനും സഹായിക്കും. ഇത് മലബാറിൻ്റെ ടൂറിസം, വാണിജ്യ, കാർഷിക മേഖലകൾക്ക് നൽകുന്ന ഉത്തേജനം വളരെ വലുതായിരിക്കും.
ഏകദേശം 2134 കോടി രൂപ അടങ്കൽ പ്രതീക്ഷിക്കുന്ന ഈ മെഗാ പ്രൊജക്ട് നടപ്പിലാക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 61 കോടിയിലധികം രൂപ കിഫ്ബി ഇതിനകം അനുവദിച്ചു കഴിഞ്ഞുവെന്നത് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ മലയോര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മലയോര ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ തിരുവമ്പാടി മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ വിവിധ സ്ട്രെച്ചുകളിലായി നിർമ്മാണം പുരോഗമിക്കുന്നു. കോടഞ്ചേരിക്കും കക്കാടംപൊയിലിനും ഇടയിലുള്ള ഭാഗത്തിനായി 221 കോടി രൂപ പദ്ധതിയിൽ 168 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ തലയാട് മലപ്പുറം കോടഞ്ചേരി വരെയുള്ള 18 കിലോമീറ്റർ ഭാഗത്തിനായി 106 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഇതിൽ 15 കോടിയിലധികം രൂപ ചെലവഴിച്ചു. ഈ മലയോര ഹൈവേ പൂർണ്ണമാകുമ്പോൾ മലയോര ഗ്രാമങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടും. കാർഷിക ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാൻ സാധിക്കും. പുതിയ ടൂറിസം സാധ്യതകൾ തുറക്കും. ഇവയ്ക്കൊപ്പം മറ്റ് പ്രധാന റോഡുകളുടെ നവീകരണവും സജീവമാണ്. കൈതപ്പൊയിൽ കോടഞ്ചേരി അഗസ്ത്യാൻമുഴി റോഡിന്റെ നവീകരണത്തിനായി 90 കോടി രൂപ അനുവദിച്ചതിൽ 53 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. തിരുവമ്പാടി പുല്ലൂരാമ്പാറ എടത്തറ മറിപ്പുഴ റോഡിന്റെ നവീകരണത്തിനായി 108 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഇതിൽ 9 കോടിയിലധികം രൂപ ചെലവഴിച്ചു. കേളൻമൂല അടിവാരം റോഡിന്റെ നവീകരണത്തിനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഈ റോഡുകളെല്ലാം മികച്ച BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത് തിരുവമ്പാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ദൈനംദിന യാത്രകൾക്ക് വലിയ ആശ്വാസം നൽകും. ഈ ഗതാഗത വിപ്ലവം, പ്രത്യേകിച്ച് തുരങ്കപാത, തിരുവമ്പാടിയിലെയും വയനാടിൻ്റെയും കേരളത്തിൻ്റെ തന്നെ ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഒരു നാടിൻ്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ വിദ്യാസമ്പന്നരായ യുവതലമുറയാണ്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചതും ആധുനികവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ സ്കൂൾ ഉൾപ്പെടെയുള്ള ക്ലസ്റ്ററുകൾക്കായി സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. പഴയ ക്ലാസ് മുറികൾക്ക് പകരം ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടങ്ങൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം എന്നിവയെല്ലാം ഒരുങ്ങുമ്പോൾ അത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഇത് പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 4 പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കാനുള്ള പദ്ധതി കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ പരിഗണനയിലുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവമ്പാടിയിലെ വിദ്യാർത്ഥികൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കും. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് കായികക്ഷമതയും തൊഴിൽ നൈപുണ്യവും ഒരുപോലെ പ്രധാനമാണ്. ഈ മേഖലകളിലും തിരുവമ്പാടി മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആരോഗ്യ സംരക്ഷണ രംഗത്ത് പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ആധുനിക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്നു. 236 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ പ്രയോജനം തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കും. ഇത് പ്രാദേശികമായി തന്നെ മികച്ച ചികിത്സാ സൗകര്യവും രോഗപ്രതിരോധ സംവിധാനവും ഒരുക്കാൻ സഹായിക്കും. കായിക രംഗത്ത് യുവജനങ്ങളുടെ കായിക വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി തിരുവമ്പാടിയിൽ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്.
മട്ടന്നൂർ, പടിയൂർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ലസ്റ്റർ പദ്ധതിക്ക് കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 15 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ഏകദേശം 4 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. പുതിയ സ്റ്റേഡിയമോ ഇൻഡോർ കോർട്ടോ മറ്റ് സൗകര്യങ്ങളോ ആകാം ഇവിടെ ഒരുങ്ങുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ തിരുവമ്പാടിയിലെ കായിക താരങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാകും. അതോടൊപ്പം യുവജനങ്ങളെ പുതിയ കാലത്തെ തൊഴിലുകൾക്ക് സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം എന്ന 27.5 കോടി രൂപയുടെ സംസ്ഥാനതല പദ്ധതിയുടെ പ്രയോജനവും തിരുവമ്പാടിയിലെ യുവജനങ്ങൾക്കും ലഭിക്കും. പ്രാദേശികമായി നൈപുണ്യ പരിശീലനം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വൈദ്യുതി വിതരണം മെച്ചപ്പെടുത്താനുള്ള നോർത്ത് മലബാർ ലൈൻസ് പാക്കേജ് സെക്കൻഡ് പദ്ധതിയും പരിഗണനയിലുള്ളത് മലബാർ മേഖലയ്ക്ക് പൊതുവെ ഗുണകരമാകും. മലയോര മേഖലയുടെ പരിമിതികളെ അതിജീവിച്ച് വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ തയ്യാറെടുക്കുന്ന ഒരു നാടിന്റെ ആത്മവിശ്വാസമാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുന്ന കേരളത്തിന്റെ തന്നെ ഗതാഗത ഭൂപടത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാത, മലയോര ഗ്രാമങ്ങളെ കൂട്ടിയിണക്കുന്ന മലയോര ഹൈവേ, നവീകരിച്ച റോഡുകൾ എന്നിവ തിരുവമ്പാടിയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നു. അറിവിൻ്റെ ലോകത്തേക്ക് വെളിച്ചം വീശുന്ന ആധുനിക സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങൾ, ആരോഗ്യരംഗത്തെ കരുതൽ, കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പദ്ധതികൾ, യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന നൈപുണ്യ വികസന സംരംഭങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് തിരുവമ്പാടിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ മലയോര മണ്ണിലേക്ക് എത്തുന്നത്. ഇത് കേവലം കണക്കുകളല്ല, മറിച്ച് ഈ നാടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ ഉറച്ച കാഴ്ചപ്പാടാണ്. പല പദ്ധതികളും നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ചിലത് തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇവയെല്ലാം പൂർത്തിയാകുമ്പോൾ തിരുവമ്പാടി സാമൂഹികമായും സാമ്പത്തികമായും കൂടുതൽ ശാക്തീകരിക്കപ്പെടും. മികച്ച യാത്രാ സൗകര്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, ടൂറിസം രംഗത്തെ ഉണർവ്, ഇവയെല്ലാം ഈ നാടിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. വികസനത്തിൻ്റെ ഈ പുതിയ പാതയിലൂടെ തിരുവമ്പാടി ശോഭനമായ ഒരു ഭാവിയിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശമായ വയനാട് ജില്ലയുടെ ഭരണസിരാ കേന്ദ്രവും ടൂറിസം, കൃഷി, വാണിജ്യം എന്നീ മേഖലകളിൽ വലിയ സാധ്യതകളുമുള്ള കൽപ്പറ്റ നിയോജക മണ്ഡലം. വയനാടിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൽപ്പറ്റ ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ വക്കിലാണ്. വൈത്തിരി താലൂക്കിൽ ഉൾപ്പെടുന്ന കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും കണിയാമ്പറ്റ, കോട്ടത്തറ, മേപ്പാടി, മൂപ്പൈനാട്, മുട്ടിൽ, പടിഞ്ഞാറേത്തറ, പൊഴുതന, തരിയോട്, വെങ്ങാപ്പള്ളി, വൈത്തിരി എന്നീ 10 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കൽപ്പറ്റ നിയോജക മണ്ഡലം. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഗതാഗത രംഗത്ത്, പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ തുരങ്കപാത ഉൾപ്പെടെയുള്ള മെഗാ പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമൂലമായ നവീകരണം, ആരോഗ്യ കായിക രംഗങ്ങളിലെ വലിയ മുന്നേറ്റങ്ങൾ, കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന നൂതന സംരംഭങ്ങൾ, ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൽപ്പറ്റ സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരും കിഫ്ബി എന്ന കേരളത്തിൻ്റെ അഭിമാന വികസന മാതൃകയും ചേർന്നാണ് ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിരവധിയായ വർക്കുകൾ എൻ്റെ നിയോജക മണ്ഡലമായ കൽപ്പറ്റയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തി വയനാടിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് കൽപ്പറ്റ ബൈപ്പാസ്. ആ കൽപ്പറ്റ ബൈപ്പാസ് പ്രവർത്തനം പൂർണ്ണതോതിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. മേപ്പാടി ചൂരൽമല റോഡ് മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കിഫ്ബി പ്രവൃത്തിയാണ്. അതിന് സ്ഥലലഭ്യതയുടെ പ്രശ്നമുണ്ടായപ്പോൾ ആ സ്ഥലലഭ്യത അടക്കം ഉറപ്പുവരുത്തി അതിലേക്കുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത്തെ കിഫ്ബിയുടെ പ്രവൃത്തിയാണ് കൈനാട്ടി കമ്പളക്കാട് റോഡ്. ആ കൈനാട്ടി കെൽട്രോൺ വളവ് കമ്പളക്കാട് വരെ മാത്രമല്ല, അത് മാനന്തവാടി റോഡിലേക്ക് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൻ്റെ റീച്ച് വരെ പൂർത്തീകരിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ പൂർത്തീകരിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുകയാണ്.
ഈ വികാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ വികാസം, സ്റ്റേറ്റ് ഹൈവേ, അതുപോലെ നാഷണൽ ഹൈവേ ബൈപ്പാസ്, പ്രധാന ടൂറിസം റോഡായിട്ടുള്ള മേപ്പാടി ചൂരൽമല റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. വൈകിപ്പോകുന്ന ചില പദ്ധതികളുണ്ട്. അതിലൊന്നാണ് കൽപ്പറ്റ വാരാമ്പറ്റ റോഡ്. അതിൻ്റെ BCയും അതുപോലെ ഷോൾഡർ പ്രൊട്ടക്ഷൻ, അതുപോലെ സൈഡ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ കിഫ്ബി സ്വീകരിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. അതോടൊപ്പം ജില്ലാ സ്റ്റേഡിയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ ഗവൺമെൻറ് സ്റ്റേഡിയവും, ഈ 2 സ്റ്റേഡിയവും വയനാടിൻ്റെ കായിക വികാസ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുകയാണ്. തീർച്ചയായും ഈ സ്കൂളുകൾ, സ്റ്റേഡിയങ്ങൾ, റോഡുകൾ തുടങ്ങി അതിപ്രധാനമായിട്ടുള്ള വികസന പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. 2 പ്രധാനപ്പെട്ട പദ്ധതികൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് കോഫി പാർക്കാണ്. വയനാടൻ റോബസ്റ്റ കോഫിയുടെ കോഫി പാർക്ക്. അത് ഇൻ്റർനാഷണൽ ബ്രാൻഡിംഗ് തലത്തിലേക്ക് ഉയർത്താൻ വയനാടൻ കോഫിക്ക് ഒരു പുതിയ അവസരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. കോപ്പൻഹേഗൻ ഉച്ചകോടിയിൽ ഉൾപ്പെടെ പോയി അതിൻ്റെ സാധ്യതകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നിൽക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ. മുണ്ടകൈ ചൂരൽമല പുനരധിവാസ പ്രക്രിയയുടെ ടെൻഡർ നടപടികളിലേക്ക്, സ്ഥലമെടുപ്പ് നടപടികളിലേക്കും അനുബന്ധ കാര്യങ്ങളിലേക്കും നീങ്ങുമ്പോൾ ആ പ്രവൃത്തിയും ഇപ്പോൾ കിഫ്ബിയെ ഏൽപ്പിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അതാണ്. തീർച്ചയായും അടിസ്ഥാന വികസന പ്രവർത്തനം നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അഭാവമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ലൂസിങ് ഫാക്ടർ എന്നുള്ളത്, മിസ് ചെയ്യുന്ന ഘടകം എന്നുള്ളത്. അത് പുനഃക്രമീകരിക്കാൻ തീർച്ചയായും കിഫ്ബിയുടെ ഇടപെടലും കിഫ്ബിയുടെ പ്രയാണവും ഉപകരിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. വയനാട് ജില്ലയുടെ വികസനത്തിൽ ഗതാഗത സൗകര്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ചുരം കയറി എത്തേണ്ട ഈ മലനാട്ടിലേക്ക് സുഗമവും വേഗതയേറിയതുമായ യാത്രാ മാർഗങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2 മെഗാ പ്രൊജക്ടുകളുടെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒന്നാണ് കൽപ്പറ്റ നിയോജക മണ്ഡലം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. നിലവിലെ താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന ഈ പാത കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രാ ദൂരം ഗണ്യമായി കുറയ്ക്കും. ചുരത്തിലെ ഗതാഗത കുരുക്കും മണ്ണിടിച്ചിൽ പോലുള്ള ഭീഷണികളും ഒഴിവാക്കാൻ ഇത് സഹായിക്കും. മലബാറിന്റെ ടൂറിസം, വാണിജ്യ, കാർഷിക മേഖലകൾക്ക് ഇത് നൽകുന്ന ഉത്തേജനം അളവറ്റതാണ്. ഏകദേശം 2134 കോടി രൂപ അടങ്കൽ പ്രതീക്ഷിക്കുന്ന ഈ ചരിത്രപരമായ പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്. പദ്ധതിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 61 കോടിയിലധികം രൂപ കിഫ്ബി ഇതിനകം അനുവദിച്ചു കഴിഞ്ഞുവെന്നത് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ശുഭസൂചനയാണ്. അതുപോലെ വയനാടിൻ്റെ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ പച്ചിലക്കാട് മുതൽ കൈനാട്ടി വരെയും കൽപ്പറ്റ ബൈപ്പാസും മേപ്പാടി ചൂരൽമല വഴി അരുണപ്പുഴ വരെയുള്ള ഭാഗങ്ങൾ നവീകരിക്കുന്നതിനായി കേരള റോഡ് ഫണ്ട് ബോർഡ് 63 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ 24 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ ഹൈവേ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കും. ഇവയ്ക്കൊപ്പം മറ്റ് പ്രധാന റോഡുകളുടെ നവീകരണവും ദ്രുതഗതിയിൽ മുന്നേറുന്നു. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ്, കണിയാമ്പറ്റ മീനങ്ങാടി റോഡ്, ബീനാച്ചി പനമരം റോഡ്, മേപ്പാടി ചൂരൽമല റോഡ്, കക്കാവയൽ കൊളവയൽ കാരമ്പാടി കോണിച്ചിറ പുൽപ്പള്ളി റോഡ് എന്നിവയിലൂടെയെല്ലാം നവീകരണം പൂർത്തിയാകുകയോ പുരോഗമിക്കുകയോ ചെയ്യുന്നു. ഈ റോഡുകളെല്ലാം മികച്ച BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത്
വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്ര പോലും സുഗമമാക്കും. പാലങ്ങളുടെ നിർമ്മാണവും സജീവമാണ്. മണ്ണാർക്കുണ്ട് പാലം നിർമ്മാണം ആരംഭിച്ചു. കൽപ്പറ്റ ചുഴലിപ്പാലം നിർമ്മിക്കാൻ ഭരണാനുമതിയായി. കോട്ടത്തറ ഡാം സെറ്റ് പാലം നിർമ്മിക്കാനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഈ ഗതാഗത വിപ്ലവം കൽപ്പറ്റയെയും വയനാടിനെയും കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥാനത്തേക്ക് ഉയർത്തും. വയനാട് പോലുള്ള ഒരു ജില്ലയുടെ സാമൂഹിക മുന്നേറ്റത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്ന് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ ഈ സ്ഥാപനങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ നിരവധി ക്ലസ്റ്റർ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. വിവിധ പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് കൽപ്പറ്റ മണ്ഡലത്തിലെ സ്കൂളുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളിലെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ശൗചാലയങ്ങൾ എന്നിവയെല്ലാം ഒരുങ്ങുമ്പോൾ അത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നതിനൊപ്പം പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കൽപ്പറ്റയ്ക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് വഴി 8.4 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായി. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ വയനാട് കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 4 ഉൾപ്പെടുത്തി 3.3 കോടിയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. കൂടാതെ മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നവീകരിക്കുന്നതിനുള്ള കിറ്റ്കോയുടെ 13 കോടി രൂപയുടെ ക്ലസ്റ്റർ പദ്ധതിയും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഈ പദ്ധതികളെല്ലാം വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ജില്ലയിൽ തന്നെ മികച്ച ഉന്നത വിദ്യാഭ്യാസത്തിനും സാങ്കേതിക പഠനത്തിനും അവസരമൊരുക്കും. ആരോഗ്യമുള്ള ജനതയും കായികക്ഷമതയുള്ള യുവത്വവുമാണ് നാടിന്റെ സമ്പത്ത്. ഈ രണ്ട് മേഖലകളിലും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആരോഗ്യരംഗത്ത് കൽപ്പറ്റ ജനറൽ ആശുപത്രി, ബൈത്തേരി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി എന്നിവിടങ്ങളിൽ വികസനത്തിനുള്ള പദ്ധതികൾ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ പ്രധാന സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെടും. കൂടാതെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനം കൽപ്പറ്റയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശിക ആരോഗ്യ സംവിധാനത്തെ സജ്ജമാക്കും. കായിക രംഗത്ത് വയനാടിന്, പ്രത്യേകിച്ച് കൽപ്പറ്റയ്ക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന 2 വലിയ പദ്ധതികളാണ് കിഫ്ബി സഹായത്തോടെ യാഥാർത്ഥ്യമായത്. വയനാട് ജില്ലാ സ്റ്റേഡിയം, CK ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ സ്റ്റേഡിയങ്ങൾ ജില്ലയിലെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനത്തിനും മത്സരങ്ങൾ നടത്താനും അവസരമൊരുക്കുന്നു. ഇത് വയനാടിന്റെ കായിക ഭൂപടത്തിൽ കൽപ്പറ്റയ്ക്ക് ഒരു പ്രധാന സ്ഥാനം നൽകും. വയനാടിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വ്യവസായ സംരംഭങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും മറ്റ് സേവനങ്ങൾക്കും സർക്കാർ പ്രോത്സാഹനം നൽകുന്നു. വയനാടിന്റെ പ്രധാന കാർഷിക വിളയായ കാപ്പിക്ക് ആഗോള ശ്രദ്ധ നേടിക്കൊടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നൂതന പദ്ധതിയാണ് വയനാട്ടിൽ സ്ഥാപിക്കാൻ പോകുന്ന കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക്. ഇതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ കേരള കോഫി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി. പരിസ്ഥിതി സൗഹൃദപരമായ രീതിയിൽ കാപ്പി സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മികച്ച വിലയ്ക്ക് വിപണനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഇത് വയനാട്ടിലെ ആയിരക്കണക്കിന് കാപ്പി കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന പദ്ധതിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇംപാക്ട് കേരള വഴി സംസ്ഥാനത്തുടനീളം ആധുനിക ശ്മശാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള 28 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനം കൽപ്പറ്റയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും.
യുവജനങ്ങളെ തൊഴിൽ സജ്ജരാക്കുന്നതിനായി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയും കൽപ്പറ്റയിലെ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടും. പ്രാദേശികമായി നൈപുണ്യ പരിശീലനം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. വയനാടിന്റെ ഭരണസിരാ കേന്ദ്രം എന്നതിലുപരി വികസനത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി കൽപ്പറ്റ മാറുന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം വാഗ്ദാനം ചെയ്യുന്ന ചരിത്രപരമായ തുരങ്കപാത, മലയോര മേഖലയെ കൂട്ടിയിണക്കുന്ന ഹൈവേകളും നവീകരിച്ച റോഡുകളും പാലങ്ങളും, അറിവിന്റെ ലോകത്തേക്ക് വെളിച്ചം വീശുന്ന ആധുനിക സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികൾ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള കായിക സൗകര്യങ്ങൾ, കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന കോഫി പാർക്ക് പോലുള്ള നൂതന സംരംഭങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് കൽപ്പറ്റയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അടിത്തറയിടുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ മണ്ണിലേക്ക് എത്തുന്നത്. ഇത് കേവലം കണക്കുകളല്ല, മറിച്ച് വയനാടിൻ്റെയും കൽപ്പറ്റയുടെയും ഭാവിയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. പൂർത്തിയായതും പുരോഗമിക്കുന്നതും വരാനിരിക്കുന്നതുമായ ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ കൽപ്പറ്റ സാമൂഹികമായും സാമ്പത്തികമായും കൂടുതൽ ശാക്തീകരിക്കപ്പെടും. മികച്ച ജീവിത സൗകര്യങ്ങൾ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, സുഗമമായ യാത്ര, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ, ടൂറിസം രംഗത്തെ കുതിച്ചുചാട്ടം, ഇവയെല്ലാം ഈ നാടിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. വികസനത്തിൻ്റെ ഈ പുതിയ പാതയിലൂടെ കൽപ്പറ്റ ശോഭനമായ ഒരു ഭാവിയിലേക്ക് കുതിക്കുകയാണ്. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.